അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ട്രംപിന് വീണ്ടും തിരിച്ചടി. മാധ്യമപ്രവർത്തക നൽകിയ മാനനഷ്ട കേസിൽ $83 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ മാൻഹാട്ടൻ കോടതിയുടെ ഉത്തരവ്. വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. 1990-ലാണ് കേസിനാസ്പദമായ സംഭവം. മാൻഹാട്ടനിലെ ഹോട്ടലിൽ വെച്ച് മാധ്യമപ്രവർത്തക ജീൻ കാരളിനെ ഡൊണാൾഡ് ട്രംപ് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു കാരളിന്റെ ആരോപണം. 2019 ഒരു മാഗസീന് നൽകിയ അഭിമുഖത്തിലാണ് കാരളിൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തുടർന്ന് നടന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് മാൻഹാട്ടൻ കോടതി ശിക്ഷ വിധിച്ചത്. കാരളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിന്റെ 8 മടങ്ങ് തുകയാണ് കോടതി വിധിച്ചത്. 9 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് 5 ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് വിധി പ്രസ്താവിച്ചത്. കേസിൽ വിധി വരുന്നതിന് മുൻപ് കോടതിയിൽ നിന്നും ട്രംപ് ഇറങ്ങിപ്പോയി. വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീലിന് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഈ മാസം അവസാനം സിവിൽ തട്ടിപ്പ് കേസിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് മത്സരിക്കാൻ കഴിയുമോ എന്നതിലും വിധി വരാനിരിക്കെയാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിയും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നാണ് ട്രംപിന്റെ വാദം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.